ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സോയാബീനാണ്. ചെറിയ സോയാബീനാണ്. അത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് 2 ചെറിയ സവാള, ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, 2 തേങ്ങാക്കൊത്ത എല്ലാം കൂടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സോയാബീന് ഈ കുക്കറിലോട്ട് ഇടുക. അതിലോട്ട് ശകലം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഉള്ളി എല്ലാം കൂടെ വഴറ്റി അതിനകത്തിട്ടിട്ട് കാണിക്കും. നമ്മുടെ ഉള്ളി വഴറ്റാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചീനിച്ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശകലം ഉപ്പും ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് വഴലാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സോയാബീൻ ഇവിടെ വെന്തിരിപ്പുണ്ട്. ഇനി അതിന് വേണ്ടുന്ന ഉള്ളിയെല്ലാം വഴന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല എല്ലാം കൂടെ പൊടിച്ചത്, ശകലം മീറ്റ് മസാല, എല്ലാം ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഈ വെന്ത് വെച്ചിരിക്കുന്ന സോയാബീനൂടെ ഇതിലേക്ക് ഇടുക. ഇത് ഫ്രൈ ആയിട്ട് കാണിക്കും. ഈ ശകലം കുരുമുളക് പൊടി ചേർക്കാൻ ഞാൻ മറന്നുപോയി. അത് ഇപ്പോഴാണ് ചേർത്തത്. നമ്മുടെ സോയാബീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കുകയാണ്. രാവിലെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണിത്. എല്ലാവരും ചെയ്ത് നോക്കുക.